വന്നിട്ടുള്ളത് ചിക്കൻ ആൻഡ് വെജിറ്റബിൾ പാസ്തേൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പാസ്ത തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് തിളയ്ക്കാനായിട്ട് മാറ്റി വെക്കാം. അതേസമയം മറ്റൊരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു വലിയുള്ളി അരിഞ്ഞത് ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മളെ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. അതിലോട്ട് 2 കപ്പ് പാസ്ത ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പും ചേർത്തിട്ട് അടച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്ക് പാസ്ത ഒന്ന് വെന്തിക്കോ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഒന്ന് അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു കഷ്ണം ക്യാബേജ് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ക്യാബേജ് ഒന്ന് 1/4 ഭാഗം വെന്തതിന് ശേഷം ഒരു 6-7 ഉള്ളിത്തണ്ട് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ പാസ്ത ഒക്കെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ഊറ്റിയെടുക്കാൻ പോവാണ്. ഇനി ഞാൻ ആ മസാലയിലോട്ട് ഒരു തക്കാളി ജ്യൂസ് ആക്കിയത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് പോരാൻ തോന്നി കുറച്ച് ഉപ്പ് കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ചിക്കൻ വേവിച്ചതിൻ്റെ സ്റ്റോക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ച ചിക്കന് ക്രഷ് ചെയ്തതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് പാസ്ത ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ട് ഊറ്റി വെച്ചിട്ടുള്ള പാസ്തയാണ്. അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് ഊറ്റിയെടുക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഒരു അരിപ്പയിലിട്ടിട്ട് ഊറ്റിയെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഒന്ന് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്